സ്തുതിയായിരിക്കട്ടെ. ദിവ്യൻ കൂട്ടായ്മ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം, ഞാനൊരു ഹൈന്ദവ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന് ഹൈന്ദവ ആചാരപ്രകാരം ജീവിച്ച് ഒരു ആശാരി വിശ്വകർമ്മ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ യേശുവെന്നോ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക ദേവാലയമോ അല്ലെങ്കിൽ ഒരു യേശുവിൻ്റെ ഒരു ഭക്തിയോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഈ ഡിവൈനിലേക്ക് ധ്യാനത്തിന് വരിക. അവരുടെ 2 ബ്രസ്റ്റിനും മുഴയായിരുന്നു. ഈ ചേച്ചി ഇങ്ങനെ പോകേണ്ട സമയത്ത് എന്നോട് പറഞ്ഞു, എടീ ഞാൻ കോട്ടയം പോവുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അന്ന് പ്രാർത്ഥനയെ കുറിച്ചൊന്നും പറഞ്ഞപ്പോൾ എനിക്കത്ര ബോധ്യമൊന്നും വന്നില്ല. അങ്ങനെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി പോവുകയാണെങ്കിൽ ഞാനും വരാം. ചേച്ചി പറഞ്ഞു, നീ വരുവാണെങ്കിൽ ഞായറാഴ്ച രാവിലെ വെളുപ്പിന് നീ താമരശ്ശേരിയിലെത്താൻ പറഞ്ഞു. അങ്ങനെ താമരശ്ശേരിയിലെത്താൻ പറഞ്ഞു. ജീവിത പങ്കാളിയോട് ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. ഞാൻ ജീവിത പങ്കാളിയോട് ചോദിച്ചു, ചേട്ടാ ഞാനിങ്ങനെ കോട്ടയ്ക്ക് പോയിക്കോട്ടെ, അപ്പൊ എന്ത് വേണേലും ചെയ്യേ, എനിക്കറിയില്ല, എന്നെ വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ പൈസ വേണം. അന്ന് 300 രൂപ, 150 രൂപയുടെ അടയ്ക്കണം, 300 രൂപയാണ് വേണ്ടത്. പക്ഷെ ഈ 300 രൂപ എടുക്കാൻ എൻ്റെ അടുത്തില്ല. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, നിങ്ങൾ പണിക്ക് പോയിട്ട് വരുമ്പം നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കൊടുത്താ വായ്പയായിട്ട് മേടിച്ച് അവിടുന്ന് പണിയുന്ന വീട്ടിൽ നിന്ന് മേടിച്ച് തരാൻ പറഞ്ഞു. അവര് കൊണ്ടുവന്നില്ല. എനിക്ക് കൊണ്ടുപോകാനായിട്ട് 2-3 കൂട്ടം പലകാരമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. നന്നായിട്ട് മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. ദൈവം എന്നെ വിളിച്ചതാണെന്നുള്ളതിന് ഒരു ഉദാഹരണം ഇതേ ഉള്ളൂ. കാരണം ഞാൻ 2-3 വീട്ടിൽ ചെന്ന് പൈസ ചോദിക്കാനായിട്ട് ക്രിസ്ത്യാനികളുടെ വീട്ടിലാണ് ചെന്നത്. 2 വീട്ടിൽ ചെന്നിട്ടും എൻ്റെ ഉള്ളിലിരുന്ന ആരോ പറഞ്ഞു, ചോദിക്കണ്ട, തിരിച്ചു പോന്നു. അങ്ങനെ ഒരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി എനിക്കൊരു കുറച്ച് പൈസ വായ്പ വരുമോ, ഞാനിങ്ങനെ കോട്ടയ്ക്ക് പോകാനാണ്. എന്നെയും എൻ്റെ ജീവിത പങ്കാളിയും ശരിക്കും അറിയാവുന്നത് കൊണ്ട് ആ ചേച്ചി പറഞ്ഞു, ഞാൻ നിനക്ക് പൈസ തന്നേക്കാം, അങ്ങനെയെങ്കിലും നിന്റെ കെട്ടിയോടൊന്ന് മദ്യപാനം മാറട്ടെ, നീ പൊക്കോളാൻ പറഞ്ഞു. ഈ ചേച്ചി ഒരു വീട് ഒരു മലയുടെ മുകളിലാണ്, അവിടെ നിന്ന് എടുത്ത റോട്ടിൽ കൊണ്ട് തന്നു. ഞാനത് മേടിച്ച് ഞായറാഴ്ച പോരുകയാണ്. ഞായറാഴ്ച ഇവിടെ വന്നു കയറി ഉച്ച കഴിഞ്ഞ് ധ്യാനം തുടങ്ങി. ആ സമയം മുതൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥ. ഇവിടുന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ യോഗയിൽ പെട്ടതുമല്ല, ഞാൻ കാണാനായിട്ട് പോകുന്നതാ. അപ്പൊ ഈ കാണാൻ പോകുന്ന എനിക്ക് ഇവിടുന്ന് ഹല്ലേലൂയ പറയേണ്ട ആവശ്യമില്ല, കൈ പൊക്കേണ്ട ആവശ്യമില്ല, കണ്ണടയ്ക്കാൻ പറഞ്ഞ് ഞാൻ അടയ്ക്കുകയല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഈ യോഗപ്പെട്ട ആളല്ല, ഞാനിപ്പോ തിരിച്ചു പോകും. അങ്ങനെ ഞാൻ വാശി പിടിച്ചിരുന്നു. കൈ പൊക്കാൻ പറഞ്ഞ പൊക്കുകയല്ല, കണ്ണടയ്ക്കാൻ പറഞ്ഞ കണ്ണടയ്ക്കുകയല്ല. എനിക്കൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇവര് കണ്ണിൽ വല്ല പൊടി ഇട്ടിട്ട് എന്നെ മയക്കി എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു കണ്ട് ഞാൻ അടയ്ക്കുകയല്ല, കൈ പൊക്കാൻ പറഞ്ഞ കൈ പൊക്കുകയല്ല. അങ്ങനെ ഞാൻ പല തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ഞാനിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഞാൻ ഈ ഊട്ടിച്ചാലയുടെ ഇതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ 3 പ്രാവശ്യം ഗേറ്റ് ആടാനായിട്ട് പോയി. എൻ്റെ കൂടെ വന്ന് ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ഗേറ്റ് ആടും, എൻ്റെ തുണിയും ഡ്രസ്സുകളൊക്കെ പൊക്കോട്ടെ, പൈസ എടുത്ത് കൈ വെച്ചു, എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ പോയി എന്ന് വിചാരിച്ചോളാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഗേറ്റിന്റെ അടുത്ത് ചെന്ന് ഞാൻ 3 പ്രാവശ്യം ചെന്നെങ്കിലും എനിക്ക് ഗേറ്റ് ചാടാൻ പറ്റിയല്ല. കാരണം എന്റെ കയ്യിലും ഉയർന്നൊരു ഗേറ്റ് തന്നെയല്ല, അവിടെ ആളുണ്ട്, എനിക്ക് ചാടാൻ പറ്റിയല്ല. തിരിച്ചു പോന്നു. ഇങ്ങനെ വ്യാഴാഴ്ച ആരാധന സമയത്ത് പരക്കിലച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഇതാ ഭാരത് എന്ന മകളെ കർത്താവ് തൊടുന്നു എന്ന്. ഞാൻ അന്നാണ് അവിടെ കുറച്ചു നേരം ശാന്തമായിട്ട് കസേരയിൽ ഇരുന്നത്. ആ സമയത്താണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അച്ഛൻ അങ്ങനെ പറയുകയല്ല, അവരെന്റെ പേരെഴുതി വെച്ചിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് അച്ഛൻ എന്നെ തൊട്ടിട്ടില്ല, ഞാൻ കണ്ണടച്ചിട്ടില്ല, എന്നെ തൊട്ടാൽ ഞാൻ അറിയും എന്ന് എൻ്റെ കൂടെ വന്ന് ചേച്ചിയോട് ഞാൻ പറഞ്ഞു. വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഭാരതി എന്ന മകളെ കർത്താവ് തൊടുന്നു എന്ന്. ഞാൻ വീണ്ടും ഭയങ്കര ഒച്ചത്തിൽ പറയാൻ തുടങ്ങി. എന്നെയല്ല, എന്നെ പറഞ്ഞതുകൊണ്ട് അച്ഛൻ കുടുങ്ങി, കാരണം പേരെഴുതി വെച്ചിട്ട് പറയണമെന്ന്. 3ാമത്തെ പ്രാവശ്യം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ മകൾക്കൊരു വിശ്വാസമില്ല, ഇതാ കർത്താവ് ആ മകളെ തൊട്ട് അനുഗ്രഹിക്കുന്നു, ഇതാ മകൾക്ക് ഒരു അടയാളം തരുന്നു, 2 കണ്ണിനെ ചൊറിച്ചിലാണ്, 2 കണ്ണിന്റെ ചൊറിച്ചിലെടുത്തു മാറ്റി ആ മകളെ ഇതാ അനുഗ്രഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം എനിക്ക് ശാന്തമായിട്ടിരുന്ന് വചനം കേൾക്കുവാനും അവിടെ പാടിയ പാട്ടുകളും വചനങ്ങളെല്ലാം കേൾക്കുവാനും അത് അവിടെ ശാന്തമായിട്ട് ഇരിക്കുവാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം അന്ന് ശനിയാഴ്ചയാണ് ധ്യാനം കഴിയുന്നത്. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ പടി ഇറങ്ങിപ്പോകുന്നത്. കാരണം എനിക്ക് അത്രയ്ക്കും ഇവിടെ നിന്ന് എനിക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള വലിയൊരു കൃപ, ഒരു ആഗ്രഹം എന്റെ മനസ്സിലേക്ക് വന്നു.
ചേച്ചിയോട് പറയുകയാണ് നമുക്ക് ഇവിടെ ആയിരിക്കാമെന്ന്. ചേച്ചി പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞ് പോയി. ഞങ്ങൾ പോയി കരഞ്ഞ സങ്കടത്തോടെ പോയി. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ചെന്ന് വലിയ സന്തോഷത്തോടെ എല്ലാവരെയും മാനസാന്തരപ്പെടുത്തണമെന്നൊക്കെ വിചാരിച്ചാ പോയത്. എന്നാൽ അതൊന്നും സാധിച്ചില്ല. ചെന്നപ്പോ എന്റെ ആങ്ങള എന്നെ വെട്ടാനായിട്ട് കത്തിയെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പല രീതിയിലുള്ള സഹനങ്ങള് വേദനകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒത്തിരിയേറെ സംവിധാനങ്ങളുണ്ട്. യൂട്യൂബ് തുറന്നാല് യൂട്യൂബ് ചാനലിലൂടെ ഒത്തിരിയേറെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ ജനങ്ങള്, അനുഗ്രഹം കിട്ടിയ മക്കള് അവരുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതുപോലെ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും ജീവിതത്തിൽ ഇതുപോലെ സഹനങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ട് അവിടുന്ന് നമ്മളെ സുഖപ്പെടുത്തുന്നു, സൗഖ്യപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ സമാധാനവും സന്തോഷം കടന്നു വന്ന് ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, നിങ്ങളിൽ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും.